ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. സത്യത്തിൽ നമ്മുടെ ശാരിക പെട്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം ശാരികയുടെ ആ ഒരു വായിൽ നിന്ന് വീണ കാര്യം, തൻ്റെ ഷോയിൽ കുറേ കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, അത് ഇൻ്റർവ്യൂ അല്ല, അതൊരു ഷോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിൽ, കറക്റ്റായിട്ട് അങ്ങനെയല്ല, ആ രീതിയിൽ അനീഷിനോട് പറഞ്ഞത് ശാരികയ്ക്ക് വലിയൊരു തിരിച്ചടി ആയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഷോയ്ക്കകത്തൂടെ ഓഡിയൻസിന് കൊടുക്കാൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ്. അപ്പോൾ ശാരിക പറയുന്നത് ഈ ഷോ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആൾക്കാർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ശാരിക കാണിക്കുന്നതൊക്കെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് വരുന്ന ആളുകൾക്ക് അറിയാം. അത് അറിഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. പലപ്പോഴും അത് കൈവിട്ട് പോകാറുണ്ട് അത്രേ. മൈത്രേനുമായിട്ട് ബന്ധപ്പെട്ട ഷോയിലൊക്കെ അത് കൈവിട്ട് പോയി, മൈത്രയെ അടിക്കും എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെ ശാരിക പറയുന്നുണ്ട്. എന്നാൽ ചില ഗസ്റ്റ് വരുന്ന സമയത്ത് ഹൈലൈറ്റ്സിന് വേണ്ടിയിട്ടൊക്കെ ചില കാര്യങ്ങൾ കൈനിടാറുണ്ട്. പക്ഷേ സ്ക്രിപ്റ്റ് ഒന്നും കൊടുക്കാറില്ല. കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒറിജിനൽ ആവാറില്ല. പക്ഷെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, കാര്യം മനസ്സിലായല്ലോ, വരുന്ന ഗസ്റ്റും അങ്ങ് നിന്നു കൊടുക്കും. ശാരിക ചൊറിയുമ്പോൾ അതുപോലെ കയറി ചൊറിഞ്ഞ്, കാരണം ഈ ഒരു ഷോ അങ്ങനെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരും വരുന്നത്. അപ്പോൾ അത് ഒരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ചെയ്യുന്ന ഒരു ഷോ ആണ്. ഒരർത്ഥത്തിൽ ഈ പ്രാങ്ക് ഷോകളൊക്കെ പോലത്തെ ഒരു പറ്റിക്കൽ പരിപാടിയാണ്, പിന്നെ ഒരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. ഇതിനെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും മണ്ടന്മാരാവും, അത്രേ ഉള്ളൂ. ഇതൊരു പറ്റിക്കലാണെന്ന് അറിഞ്ഞുകൊണ്ട് കാണുന്നവർക്ക് ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ഷോ ആണ്. അപ്പോൾ അതിനിടയിൽ കൂടെ ശാരിക ഒരു കാര്യം പറയുന്നുണ്ട്. ശാരിക പലരുമായിട്ടും ഇത്തരം ഷോകൾ ചെയ്തിട്ടുണ്ട്, രേണു സുധിയായിട്ടും ചെയ്തിട്ടുണ്ട്. പലരും തൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിലും രേണു സുധി വളരെ പവർഫുൾ ആണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തൻ്റെ ഒപ്പം പിടിച്ചു നിന്നിട്ടുണ്ട് എന്ന് ശാരിക ഇന്ന് പറയുന്നുണ്ട് ലൈവിനകത്ത്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.